അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷെരീഫ്, അബ്ദുൽ ഷെരീഫ്. സ്ഥലം ആലുവ തന്നെയാണ്. ഇപ്പോൾ വഖഫിൻ്റെ പേര് പറഞ്ഞ് വഖഫ് സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാക്കാൻ മുസ്ലിം സമുദായത്തിലെ തന്നെ ചില ആളുകളെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. അത് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമൂലം അവർ മറ്റുള്ള എല്ലാ മുസ്ലിം സമുദായത്തെയും അതിന് കൂട്ടുപിടിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് പല മുസ്ലിം പള്ളികളും പഴയ ക്ഷേത്രമാണെന്ന് നമ്മുടെ തന്നെ സഹോദര സമുദായങ്ങളിൽ നിന്ന് ചില ആളുകൾ അങ്ങനെ പറഞ്ഞു കാണാൻ സാധിക്കുന്നു. നൂറ്റാണ്ടുകളായിട്ട് എല്ലാ സമുദായങ്ങളും നമ്മൾ സഹകരിച്ചും സ്നേഹിച്ചും അങ്ങോട്ട് കൊടുത്തും വാങ്ങിയുമെല്ലാം നിന്നിരുന്ന ഈ ഒരു സാഹചര്യത്തിന് ഇങ്ങനെ എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. വഖഫ് വിഷയത്തിൽ വഖഫാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റ് മതക്കാർ പള്ളികളെ അത് അവരുടേതാണെന്ന് പറഞ്ഞ് വർഗീയതയും വിഭാഗീയതയും ഉണ്ടാകുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി, വഖഫാണ് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ളതല്ല ഇന്ത്യയിലെ വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഒരു വസ്തു വഖഫാകണമെങ്കിൽ ഒന്നുകിൽ അത് രേഖയിൽ വഖഫായി രേഖപ്പെടുത്തപ്പെട്ടതാകണം. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ തൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായി ദാനം ചെയ്യുന്നതാണ് വഖഫ്. ഇപ്പം എൻ്റെ ഒരു ഭൂമി ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്നുള്ള വരുമാനം പൂർണ്ണമായി യതീമുകൾക്ക് ലഭിക്കണം, അനാഥർക്ക് ലഭിക്കണം. ഞാനെന്ത് ചെയ്യുന്നു? എൻ്റെ 1 ഏക്കർ ഭൂമി അത് പൂർണ്ണമായും അനാഥർക്ക് ലഭിക്കുന്ന രൂപത്തിലാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ അനാഥർക്ക് നൽകുന്ന രൂപത്തിലുള്ളൊരു സംവിധാനം സമൂഹത്തിലുള്ളത്, അത് യതീംഖാനയാകാം, അതല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയാകാം, അവരെ പിന്നെ മുത്തവല്ലികളാക്കിക്കൊണ്ട് അവരെ കൈകാര്യകർത്താക്കളാക്കിക്കൊണ്ട് ഞാൻ വഖഫ് ചെയ്യുന്നു. ഈ വഖഫ് ചെയ്ത ഭൂമി അതിൽ രേഖയുണ്ടെങ്കിലാണ് അതൊന്ന് വഖഫാവുക. അതല്ലെങ്കിൽ രേഖയില്ലെങ്കിൽ കൈമാറ്റം വഴി വഖഫാകും. ഉദാഹരണത്തിന്, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പള്ളി കമ്മിറ്റിയുടെ ആളുകളെ വിളിക്കുന്നു, അല്ലെങ്കിൽ യതീംഖാനയുടെ ആളുകളെ വിളിക്കുന്നു. ഞാൻ അവരോട് പറയുന്നു, എൻ്റെ ഈ ഭൂമി നിങ്ങൾക്ക് ഞാൻ യതീംഖാനയുടെ ആവശ്യത്തിന് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. അവരങ്ങനെ തലമുറകളായി 2 or 3 തലമുറകളായി ആ യതീംഖാനയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് രേഖയില്ലെങ്കിലും വഖഫാകും. അതല്ലാതെ എങ്ങനെയാണ് ഒരു സാധനം വഖഫാകുക? ചൂഷണം ചെയ്യാൻ ഒരു വകയില്ല. കാരണം ഒരാൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഇതെൻ്റെ വഖഫാണ് എന്ന് പറയാൻ ഒരു മാർഗമില്ല. അങ്ങനെ ഒരു മാർഗമില്ല നിയമപരമായിട്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ നമുക്ക് കോടതിയിൽ അത് ചാലഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ചിലത് എന്തുണ്ടാകും? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഖഫ് ചെയ്തു, പക്ഷേ എൻ്റെ മക്കൾക്ക് ആ വഖഫിൽ താല്പര്യമില്ല. എൻ്റെ മക്കൾ, ഞാൻ മരണപ്പെട്ടു, ഞാൻ എൻ്റെ മക്കളോടാണ് പറഞ്ഞത്, അതല്ലെങ്കിൽ രേഖയുണ്ട്, പക്ഷേ ഞാൻ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ മക്കൾ എന്നെ ഇതിൽ താല്പര്യമില്ലാത്ത മക്കൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ആ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തു. ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ചിലർ ചൂഷണം ചെയ്യപ്പെടും. അവിടെയാണ് ഏത് വസ്തുവും കൈമാറ്റം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ വസ്തു കൈമാറ്റ നിയമപ്രകാരം അടിയാധാരം പരിശോധിക്കുന്നത് അതിനാണ്. വസ്തു നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഞാനൊരു വസ്തു നിങ്ങൾക്ക് വിൽക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള എൻ്റെ വസ്തുവിൻ്റെ ആധാരം മാത്രം പോരാ, അതിൻ്റെ അടിയാധാരം വേണം. ആ അടിയാധാരം കൂടി പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രൂപത്തിലുള്ള ഭൂമിയാണോ എന്ന് പരിശോധിക്കാനാണ്. ഇത് വഖഫിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ദേവസ്വത്തിൻ്റെ കാര്യത്തിൽ ഇതേ പ്രശ്നമുണ്ട്, ഏത് ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഇത് വഖഫ് അല്ല, അപ്പം ഞാനൊരു ട്രസ്റ്റിന് കൊടുത്തു എന്ന് വിചാരിക്കുക, ഇതേ പ്രശ്നമുണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഭൂമി വാങ്ങുമ്പോൾ ആ വാങ്ങുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വഖഫിൻ്റെ പേരിൽ ആരും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥിതിയില്ല. അത് ഏത് രൂപത്തിലല്ലെങ്കിൽ ഈ രൂപത്തിലല്ലെങ്കിൽ
വഖഫ് എന്നുള്ളത് വളരെ വിശുദ്ധമായൊരു സംഗതിയാണ്. ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം ഒരു നന്മക്ക് വേണ്ടി പടച്ചവനിൽ നിന്നുള്ള പ്രതിഫലം അവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മാറ്റിവെക്കുന്നതാണ് വഖഫ്. അതല്ലാതെ എന്തോ ഇപ്പോൾ വഖഫിനെ കുറിച്ചുള്ള ചർച്ചകളും മുനമ്പ് സംഭവം വന്നപ്പോൾ എന്തോ ഒരു ഭൂതാണ് വഖഫ് എന്നുള്ള കോലത്തിലാണ് പലരും കാണുന്നത്. വഖഫ് ഇവിടെ ഇല്ലാതെയാക്കുന്നല്ലാണ് ചില ആളുകൾ പറയുന്നത്. വഖഫ് എന്ന എന്താ പറയാ, നികൃഷ്ടമെന്നോ നീചതാന്നോ ക്രൂരമെന്നോ എന്താണിത്? അങ്ങനെ ഒന്നുമില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ എത്രമാത്രമാണ് ഒരു തലമുറയിൽ ഒരാൾ ഇത് ഒരു നന്മക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു. പല നന്മകൾക്കും വേണ്ടിയുള്ള വഖഫുകളുണ്ട്. ഫുട്ബോൾ കളിക്കാൻ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമുണ്ട് ഇന്ത്യയിൽ. കിളികൾക്ക് വെള്ളം കൊടുക്കാൻ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇങ്ങനെ പലതിനും വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതെന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ? അവിടെ പടച്ചവന്റെ അടുത്തുള്ള പടച്ചവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. അതിൽ ചൂഷണം കടന്നു വരാനുള്ള സാധ്യത തുലവും വരെയുള്ള പാട്. എന്നാൽ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള അപകടം ഉണ്ടാകാം. അത് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതിന്റെ കാര്യത്തിലുണ്ടാകും. നമ്മൾ അടിയാധാരം പരിശോധിക്കാതെ ട്രാൻസാക്ഷൻസ് നടന്നാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അയാളുടെ സ്വത്താവില്ല, വേറെ ആരുടെങ്കിലും സ്വത്തായിരിക്കും അയാൾ നിങ്ങളെ പേരിൽ എഴുതി തന്നിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിലെ ബിസിനസ് അറിയാലോ. പിന്നെ നമ്മളെ പാർലമെന്റ് വിലക്ക് വിറ്റ ആളുകളുടെ നാടാണ് ഇന്ത്യ. കാരണം പിന്നെ റിയൽ എസ്റ്റേറ്റിൽ പിന്നെ ഏതൊരു സൈറ്റിൽ നമ്മൾ പാർലമെന്റിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് അതിന് വില പറഞ്ഞിട്ട് അങ്ങനെ ഏതോ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഇത് വില പറഞ്ഞ ആളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പത്രത്തിൽ വാർത്ത വന്നിരുന്നു. അതാണ് നമ്മുടെ നാട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചതിയും വഞ്ചനയും നടക്കുന്നതിന് വഖഫ് ഉത്തരവാദിയല്ല എന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. രണ്ടാമത്തെ വിഷയം ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. സത്യത്തിൽ ഈ അടുത്ത് RSSന്റെ മേധാവി മോഹൻ ഭഗവത് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ശിവലിംഗം തേടി പള്ളികളുടെ അടിയിൽ പോയി തിരയേണ്ടതില്ല എന്നുള്ള കാര്യം. കാരണം ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് പിന്നെ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ രാഷ്ട്ര സംവിധാനമാണ്. ഇവിടെ പൂർവ്വകാലം ഹിസ്റ്ററി ചരിത്രം എല്ലാം പരിശോധിച്ചിട്ട് ഓരോ കാര്യത്തിനും തീരുമാനമെടുക്കാൻ പോയാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ഭൂതകാലം എന്ന് പറയുന്നത് സ്വാഭാവികമായും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ജനവിഭാഗങ്ങൾ ചെയ്ത കാര്യങ്ങളുണ്ട്, അങ്ങനെ പലതുണ്ട്. നമ്മൾ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് പലരും ഇന്ത്യയിലേക്ക് അധിനിവേശക്കാരായി കടന്നു വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അതിനെല്ലാം പ്രതികാരം ചെയ്യാൻ ഇപ്പോൾ തുടർന്നാൽ ഇവിടെ ഉള്ള പല ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളാകും, ജൈനവിഹാരങ്ങളാകും. ഇതാണ് അവസ്ഥ. ഞാൻ അതിനെക്കുറിച്ച് ചരിത്രം പറയണില്ല. കാരണം കേരളത്തെ പോലെയുള്ള മതപരമായി സൗഹൃദവും സ്നേഹവും നിലനിൽക്കുന്ന രാജ്യത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ആ സംഭവം ഉണ്ടല്ലോ, അത് തീർച്ചയായും പിന്നെ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ പള്ളികൾ അവയുടെ പേരിലെല്ലാം അവകാശവാദം ഉന്നയിച്ച് അവിടെ ശിവലിംഗം കൊണ്ടുപോയിട്ട് അതല്ലെങ്കിൽ അതേപോലെയുള്ള വസ്തുക്കൾ കൊണ്ടുപോയിട്ട് അത് എല്ലാം തന്നെ ഭൂതകാലഘട്ടത്തിൽ ഏതോ മുസ്ലിം ചക്രവർത്തിമാർ മുസ്ലിങ്ങൾ നശിപ്പിച്ച് അവിടെ പള്ളി പണിതതാണ് എന്ന് വരുത്തി തീർത്ത് ഇവിടുത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സൗഹൃദവും സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും എല്ലാം തകർത്ത് പരസ്പരം തമ്മിലടിക്കുവാൻ തക്ക രൂപത്തിൽ സമൂഹത്തെ മാറ്റിത്തീർക്കുന്നത് ആരായിരുന്നാലും അത് ഭൂഷണമല്ല എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.